തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിയ നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം സഖ്യ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 സീറ്റുകൾ തേക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളെ ഉൾപ്പെടുത്തി സർക്കാർ രൂപീകരിക്കാനാണ് വിജയുടെ നീക്കം. സഖ്യത്തിന്റെ ഭാഗമാവുന്ന കോൺഗ്രസിന് മന്ത്രിസഭയിൽ 2 ക്യാബിനറ്റ് പദവികൾ നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ആഘോഷങ്ങൾ മാറ്റിവെച്ച് സഖ്യ ചർച്ചകളിലേക്ക് പാർട്ടി കടന്നു. 107 മുതൽ 110 വരെ സീറ്റുകളിൽ TVK വിജയിച്ചതാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയെങ്കിലും ഭരണമുറപ്പിക്കാൻ വിജയ്ക്ക് മറ്റ് പാർട്ടികളുടെ പിന്തുണ അത്യാവശ്യമാണ്. ഇതിനായി DMK സഖ്യത്തിൽ അസംതൃപ്തരായി നിൽക്കുന്ന കോൺഗ്രസിനെയാണ് TVK പ്രധാനമായും ലക്ഷ്യമിടുന്നത്. DMK സഭയിൽ അധികാരം പങ്കിടാൻ തയ്യാറാകാത്തതിൽ കോൺഗ്രസ് നേരത്തെ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് കോൺഗ്രസിനെ തങ്ങളുടെ ഭാഗമാക്കാൻ TVK ശ്രമിക്കുന്നു. 2 സുപ്രധാന മന്ത്രിസ്ഥാനങ്ങൾ നൽകി കോൺഗ്രസിനെ ഭരണത്തിൽ പങ്കാളികളാക്കാമെന്നാണ് വിജയ് മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം. അങ്ങനെയെങ്കിൽ തമിഴ് രാഷ്ട്രീയ ചരിത്രത്തിൽ ദശാബ്ദങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാവുന്ന സാഹചര്യം സംജാതമാകും. കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗ്, PMK പോലുള്ള പാർട്ടികളുമായും TVK ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കുതിരക്കച്ചവടം ഭയന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ സ്വകാര്യ റിസോർട്ടുകളിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും TVK ആരംഭിച്ചിട്ടുണ്ട്. DMK-യും AIDMK-യും ഇതര കക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഭീതിയിലാണ് വിജയ് തന്റെ ക്യാമ്പ് സുരക്ഷിതമാക്കുന്നത്. തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു പുതിയ സഖ്യഭരണത്തിന് വിജയ് നേതൃത്വം നൽകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.